2023 ഇറങ്ങിയ ഒരു ഗംഭീരമായ സയൻസ് ഫിക്ഷൻ സിനിമയാണ് വാണ്ടറിംഗ് എർത്ത് 2. ഇത് ശരിക്കും 2019 ഇറങ്ങിയ വാണ്ടറിംഗ് എർത്ത് സിനിമയുടെ പ്രീക്വൽ സിനിമയാണ്. അതായത് ആദ്യത്തെ സിനിമയ്ക്ക് മുന്നേ സംഭവിച്ച കഥയാണിത്. സൂര്യൻ ഭൂമിയെ വിഴുങ്ങാൻ പോകുന്ന സമയത്തിൽ മനുഷ്യർ ഭൂമിയിൽ ആയിരക്കണക്കിന് വലിയ എഞ്ചിനുകൾ സ്ഥാപിച്ച് ഭൂമിയെ തന്നെ മൊത്തത്തിൽ ഒരു സ്പേസ്ഷിപ്പാക്കി മാറ്റിയ ശേഷം ഭൂമിയെ സോളാർ സിസ്റ്റത്തിൽ നിന്നും പുറത്തു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതും അതിനുവേണ്ടി അഭിമുഖീകരിക്കേണ്ടി വരുന്ന നിരവധിയായ പ്രതിസന്ധികളുമൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം. സിനിമയുടെ കഥ തുടങ്ങുന്നതിന് മുന്നേ ഒരു സീൻ കാണിക്കുന്നുണ്ട്. മനുഷ്യരെന്നത് അടിസ്ഥാനപരമായി വെറും ഒരു കൂട്ടം ഇലക്ട്രിക് സിഗ്നൽസ് ആണ്. നമ്മുടെ ശരീരങ്ങൾ തീരെ ദുർബലമാണ്. അത് കാലക്രമേണ വയസ്സായി മരണത്തിന് അടിമപ്പെടും. എന്നാൽ നമ്മുടെ ശരീരത്തിലെ ഇലക്ട്രിക് സിഗ്നൽസ് എല്ലാം എടുത്ത് ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റിയാൽ പിന്നെ നമുക്ക് ഒരിക്കലും മരണമില്ലാതെ എന്നേക്കുമായിട്ട് ഡിജിറ്റൽ ലോകത്തിൽ ജീവിക്കാം എന്നൊക്കെ ഒരു ഡോക്ടർ പറയുകയാണ്. അതോടെ ആ സീൻ തീർന്നു. ഇനിയാണ് കഥ തുടങ്ങുന്നത്. 2044 കഥ നടക്കുന്നത്. സൂര്യൻ ഇപ്പോൾ തികച്ചും അപ്രതീക്ഷിതമായി വളരെ വേഗം റെഡ് ജയന്റ് ആകാൻ തുടങ്ങിയിരിക്കുന്നു. അതായത് വലിപ്പം വെക്കാൻ തുടങ്ങി. ഇങ്ങനെ വലിപ്പം വെച്ചാൽ ഇനിയും 100 വർഷങ്ങൾക്കുള്ളിൽ സൂര്യൻ ഭൂമിയെ വിഴുങ്ങും. 300 വർഷങ്ങൾ കഴിയുമ്പോഴേക്കും പിന്നെ നമ്മുടെ സോളാർ സിസ്റ്റം തന്നെ ഉണ്ടായിരിക്കില്ല. അങ്ങനെ സൂര്യനിൽ നിന്നും ഭൂമിയെയും മനുഷ്യരാശിയെയും ഒക്കെ രക്ഷിക്കാൻ ലോകരാജ്യങ്ങളെല്ലാം ചേർന്ന് യുണൈറ്റഡ് എർത്ത് ഗവൺമെന്റ് എന്നൊരു പുതിയ സംഘടന രൂപീകരിച്ചു. ഭൂമിയെ രക്ഷിക്കാൻ പലരും പല പദ്ധതികളും മുന്നോട്ട് വെച്ചെങ്കിലും അവസാനം സെലക്ട് ചെയ്തത് മൂവിംഗ് എർത്ത് എന്ന പദ്ധതിയാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ ഭീമാകാരമായ 10,000 എഞ്ചിനുകൾ സ്ഥാപിച്ച് അതുപയോഗിച്ച് ഭൂമിയെ സോളാർ സിസ്റ്റത്തിൽ നിന്നും സമീപത്തുള്ള പ്രോക്സിമ സെന്റോറി നക്ഷത്ര വ്യൂഹത്തിലേക്ക് കൊണ്ടുപോകുന്ന പദ്ധതിയാണ് മൂവിംഗ് എർത്ത് പ്രോജക്റ്റ്. എർത്ത് എഞ്ചിൻസ് എന്നാണ് ഈ യമണ്ടൻ എഞ്ചിനുകളെ പറയുന്നത്. ചന്ദ്രനെ ഭൂമിയുടെ ഓർബിറ്റിൽ നിന്നും പുറത്തു കൊണ്ടുപോയി കളയാൻ വേണ്ടി ചന്ദ്രനിലും ഇതുപോലത്തെ 3 ലൂണാർ എഞ്ചിൻസ് സ്ഥാപിച്ചിട്ടുണ്ട്. ചന്ദ്രനെ കളഞ്ഞില്ലെങ്കിൽ അതിന്റെ ഗ്രാവിറ്റി കാരണം ഭൂമിയെ പുറത്തു കൊണ്ടുപോകാൻ പ്രയാസമായിരിക്കും. അങ്ങനെ ഇപ്പോൾ ലോകമെമ്പാടും എർത്ത് എഞ്ചിൻസ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്ത് നല്ല കാര്യം ചെയ്താലും അതിനെ എതിർക്കുന്ന കുറെ പേര് കാണും. അതുപോലെ ഈ പ്രോജക്റ്റിനെ എതിർക്കുന്നവരും ഒരുപാടുണ്ട്. അവരൊക്കെ നിരന്തരമായിട്ട് UAG ഓഫീസുകളെയും എർത്ത് എഞ്ചിൻ കൺസ്ട്രക്ഷൻ സൈറ്റുകളെയും ഒക്കെ ആക്രമിക്കുകയും ചെയ്യാറുണ്ട്. സിനിമയുടെ പ്രധാന കഥാപാത്രമായ ജോൺ ഇപ്പോൾ UAG ആർമിയിൽ ട്രെയിനി ആയിട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ്. ട്രെയിനിങ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവനെ ചന്ദ്രനിലേക്ക് അയക്കും. പിന്നെ 10-20 വർഷങ്ങൾ കഴിഞ്ഞ് അവൻ ഭൂമിയിൽ തിരികെ വരൂ. അതുകൊണ്ട് ജോയിൻ ചെയ്യുന്ന ദിവസം രാവിലെ അവന്റെ ഗുരുനാഥന്റെ സ്ഥാനത്തുള്ള ഹെൻറി അവനെയും കൊണ്ട് പഴയൊരു നശിച്ചു കിടക്കുന്ന സിറ്റിയിലേക്ക് പോയി. അത് ശരിക്കും ജോണിന്റെ ജന്മസ്ഥലമായിരുന്നു. അവിടെ ജോണിന്റെ അമ്മ മരണപ്പെട്ട സ്ഥലത്ത് രണ്ടുപേരും കൂടെ വന്നു നിന്നു. നിന്റെ മകനെ കുറിച്ച് നീ പേടിക്കേണ്ടെന്നും അവനെ ഞാനിപ്പോൾ ആർമിയിലൊക്കെ ജോയിൻ ചെയ്യിപ്പിച്ച് വലിയൊരു സ്ഥാനത്തിൽ എത്തിച്ചിട്ടുണ്ടെന്നും ഹെൻറി അവന്റെ അമ്മയോട് പറയുന്നത് പോലെ സ്വയം മനസ്സിൽ പറഞ്ഞു. ഹെൻറി ആർമിയിലെ ഒരു പൈലറ്റാണ്. ശേഷം അവരവിടെ നിന്നും ജെറ്റിൽ കയറി UAG ബേസിലേക്ക് പോയി. പോകുന്ന വഴിയിൽ വലിയ പർവ്വതം പോലത്തെ ഗംഭീരമായ ഒരു നിർമ്മിതി കാണാം. അതാണ് ആദ്യമായിട്ട് സ്ഥാപിച്ച എർത്ത് എഞ്ചിൻ. ഇനിയും 6 മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിന്റെ പണി തീരുമെന്ന് ഹെൻറി ജോണിനോട് പറഞ്ഞു. ഈ സമയം UAG ഹെഡ്ക്വാർട്ടേഴ്സിൽ ഗവൺമെന്റ് ഒഫീഷ്യൽസ് എല്ലാം ചേർന്ന് കാര്യമായ ചർച്ചകൾ നടത്തുകയായിരുന്നു. ടെററിസ്റ്റുകൾ ഇപ്പോൾ UAG ബേസുകളെ ആക്രമിക്കുന്നത് പതിവായിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് എർത്ത് എഞ്ചിൻസിന്റെ പണികൾ നിർത്തിവെക്കാമെന്നാണ് അമേരിക്കൻസിന്റെ അഭിപ്രായം. എന്നാൽ നമുക്കിനി വെറും 13 മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനുള്ളിൽ തന്നെ ഈ പദ്ധതി നമ്മൾ നടപ്പാക്കണം. സൂര്യൻ നമുക്ക് വേണ്ടി കാത്തിരിക്കില്ലെന്ന കാര്യം നിങ്ങൾ മറക്കരുത് എന്ന് ചൈനീസ് പ്രതിനിധി ജെയിംസ് പറഞ്ഞു. ജെയിംസ് ആണ് മൂവിംഗ് മൗണ്ടെയിൻ പ്രോജക്റ്റ് കൊണ്ടുവന്നത്. ജോൺ UAG ബേസിലെത്തി. അവന്റെ കൂടെ വേറെയും നിരവധി പുതിയ ട്രെയിനുകളുണ്ട്. ബേസിന് പുറത്ത് ഒരുപാട് പേര് സമരം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്തിൽ ഗേറ്റ് കടന്ന് കുറച്ചുപേര് ബേസിനെ ആക്രമിക്കാൻ വന്നു. പെട്ടെന്ന് കുറെ ആർമിക്കാർ അവരെല്ലാം തടഞ്ഞു. എന്നാൽ അതിലൊരുത്തന്റെ കയ്യിൽ പെട്രോൾ ബോംബ് ഉണ്ടായിരുന്നു. അവൻ അതെറിയാൻ ഓടി വന്നതും ഒരു ട്രെയിനി അവനെ മലത്തിയടിച്ചു. ഹാൻ എന്നാണ് അവളുടെ പേര്. അവളെ കണ്ടയുടൻ തന്നെ അവളെ കല്യാണം കഴിക്കുന്നതും കുഞ്ഞുണ്ടാകുന്നത് പോലും ജോൺ സ്വപ്നം കണ്ടു. വാ പൊളിച്ചു നിന്നത് മതി, നമുക്ക് പോവാം എന്നും പറഞ്ഞ് ഹെൻറി വന്ന് അവനെ സ്പേസ് എലിവേറ്ററിലേക്ക് കൊണ്ടുപോയി. ഭൂമിക്ക് സമീപത്ത് വെച്ച് തന്നെ ആർക്ക് എന്നൊരു വളരെ വലിയ സ്പേസ് സ്റ്റേഷനും നിർമ്മിക്കുന്നുണ്ട്. സ്പേസ് എലിവേറ്ററിലൂടെയാണ് ഈ സ്പേസ് സ്റ്റേഷനിലേക്ക് വരുന്നത്. അതുകൊണ്ട് പണ്ടത്തെ പോലെ ഇപ്പോൾ റോക്കറ്റുകളുടെയൊന്നും ആവശ്യമില്ല. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും 90,000 കിലോമീറ്റേഴ്സ് ഉയരത്തിലാണ് ഈ സ്പേസ് സ്റ്റേഷൻ. അപ്പോൾ അത്രയും ദൂരം എലിവേറ്റേഴ്സ് സഞ്ചരിക്കേണ്ടതുണ്ട്. ബേസിൽ നിന്നും സ്പേസ് സ്റ്റേഷൻ വരെ കണക്ട് ചെയ്തിരിക്കുന്ന വലിയ മെറ്റൽ ചരടുകളിലൂടെയാണ് എലിവേറ്റേഴ്സ് മുകളിലോട്ടും താഴോട്ടും പോകുന്നത്. വളരെ വേഗത്തിലായിരിക്കും സ്പേസ് എലിവേറ്റേഴ്സ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് അവയിലൂടെ യാത്ര ചെയ്യാൻ പ്രത്യേകം ട്രെയിനിങ് ഒക്കെ വേണം. അതിനുവേണ്ടിയാണ് ജോൺ ഉൾപ്പെടെ കുറെ ട്രെയിനുകളെ ഇപ്പോൾ സ്പേസ്
എലിവേറ്ററിൽ കൊണ്ടുവന്നിരിക്കുന്നത്. എലിവേറ്ററിൽ ജോണിന്റെയും ഹാനിന്റെയും നടുക്ക് ഒരു അമേരിക്കൻ ട്രെയിൻ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ എന്റെ കൈ പിടിച്ചിരുന്നാൽ മതി കേട്ടോ എന്നവൻ ജോണിനോടും ഹാനിനോടും പറഞ്ഞു. എന്നാൽ എലിവേറ്റർ ഉയർന്നു പൊങ്ങിയപ്പോൾ അവനാണ് ഏറ്റവും കൂടുതൽ പേടിച്ച് നിലവിളിച്ചതും ജോണിന്റെ കയ്യിൽ മുറുകെ പിടിച്ചതും. അവൻ പേടിക്കുന്നത് കണ്ടിട്ടാണ് എലിവേറ്ററിലുള്ള ബാക്കി ട്രെയിനുകളൊക്കെ പേടിച്ചത്. അവസാനം അങ്ങ് മുകളിൽ സ്പേസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിനുകളെല്ലാം ബോധം കെട്ടിരുന്നു. അടുത്തടുത്ത ദിവസങ്ങളിൽ ഇതുപോലെ ട്രെയിനുകൾക്ക് പല വിധത്തിലുമുള്ള ട്രെയിനിങ്ങുകളും കൊടുത്തു. അങ്ങനെ പല മാസങ്ങൾ കടന്നുപോയി. ഈ സമയം അത്രയും ജോണിന് ഹാനിനോടുള്ള സ്നേഹവും ഡെവലപ്പ് ആകുന്നുണ്ട്. അവസാനം അവളെ പ്രൊപ്പോസ് ചെയ്യാമെന്ന് കരുതി ഒരു ദിവസം ജോൺ കുറച്ച് പൂക്കളും കൊണ്ടുവന്നു. അവൾ സ്പേസ് എലിവേറ്ററിലായിരുന്നു. ഇനിയും 5 മിനിറ്റിനുള്ളിൽ എലിവേറ്റർ മുകളിലേക്ക് പോകും. അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി വരണമെന്ന് പറഞ്ഞിട്ടാണ് സെക്യൂരിറ്റി അവനെ ഉള്ളിലോട്ട് വിട്ടത്. കുറെ നാണിച്ചിട്ടാണെങ്കിലും അവൻ ഹാനിന് പൂക്കൾ കൊടുത്തു. എന്നിട്ട് പുറത്തിറങ്ങാൻ പോയതും പെട്ടെന്ന് വാതിൽ ലോക്കായി. അപ്പോൾ എലിവേറ്റർ ലോഞ്ച് ആകാൻ പോവുകയാണെന്ന് അറിയിപ്പ് വന്നു. സംഭവം ആരോ എലിവേറ്ററിനെ ഹാക്ക് ചെയ്തിരിക്കുകയാണ്. ഇതേ സമയം ബേസിലുള്ള എല്ലാ ഡ്രോൺസിനെയും ആരോ ഹാക്ക് ചെയ്തു. അതെല്ലാം പുറത്തേക്ക് പറന്നുപോയി. എലിവേറ്റർ ലോഞ്ച് ആകുന്ന സമയത്തിൽ ആന്റി ഗ്രാവിറ്റി സ്യൂട്ട് ധരിച്ചിരിക്കണം. അല്ലെങ്കിൽ ലോഞ്ച് ആകുമ്പോഴുള്ള ശക്തി മനുഷ്യന് താങ്ങാൻ കഴിയില്ല. എന്നാൽ ജോൺ ട്രെയിനിങ്ങിന് വേണ്ടി വന്നതല്ലല്ലോ. അതുകൊണ്ട് അവനാണെങ്കിൽ ആന്റി ഗ്രാവിറ്റി സ്യൂട്ടും ധരിച്ചിട്ടില്ല. എലിവേറ്റർ ഉയർന്നു പൊങ്ങിയാൽ അവന്റെ കാര്യത്തിൽ തീരുമാനമാകും. എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ പേടിച്ചുപോയി. പുറത്തുനിന്നും അകത്തുനിന്നും പലരും ഡോറ് തുറക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഭാഗ്യത്തിന് എലിവേറ്ററിൽ എമർജൻസി ആന്റി ഗ്രാവിറ്റി സ്യൂട്ടുകൾ ഉണ്ടായിരുന്നു. ഹാൻ അതെടുത്ത് ജോണിന് കൊടുത്തു. അങ്ങനെ എല്ലാവരും സ്യൂട്ടുകളൊക്കെ ധരിച്ച് ലോഞ്ചിന് വേണ്ടി തയ്യാറായി. ഉടനെ എലിവേറ്റർ ഉയർന്നു പൊങ്ങി. ഇത് മാത്രമല്ല, എല്ലാ എലിവേറ്റേഴ്സും ലോഞ്ച് ആയിട്ടുണ്ട്. മുകളിൽ നിന്നും താഴോട്ട് വന്നുകൊണ്ടിരുന്ന എലിവേറ്റേഴ്സും പാതി വഴിയിൽ വന്ന ശേഷം തിരിച്ച് മുകളിലേക്ക് തന്നെ പോവുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും തന്നെ മനസ്സിലായില്ല. ജോണും ഹാനും ഉൾപ്പെടെ 5 പേര് ഒരു വശത്തിലും ബാക്കി എല്ലാവരും മറുവശത്തിലുമാണ് ഇരിക്കുന്നത്. കുറെ ദൂരം ഉയർന്നു പൊങ്ങിയപ്പോൾ മറുവശത്തിലിരുന്ന ഒരു പെണ്ണിന്റെ പേര് ജോൺ ശ്രദ്ധിച്ചു. അത് ഹാനിന്റെ പേര് തന്നെയാണ്. ആ പെണ്ണിന്റെ അടുത്തിരുന്ന മറ്റു 2 പേർക്കും നമ്മുടെ പേരുകളാണല്ലോ എന്ന് കൂടെയുള്ളവരും ജോണിനോട് പറഞ്ഞു. സംഭവം ഈ 3 പേരും ടെററിസ്റ്റുകളാണ്. ശരിക്കുമുള്ള ട്രെയിനുകളുടെ പേരിൽ ഈ 3 ടെററിസ്റ്റുകളും എലിവേറ്ററിൽ കയറിപ്പറ്റി. എന്നിട്ട് എലിവേറ്ററിനെ അവർ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. ഡ്രോൺസിനെ ഹാക്ക് ചെയ്തതും ഇവരാണ്. മുകളിലേക്ക് പോയി സ്പേസ് സ്റ്റേഷനെ മുഴുവൻ തകർക്കാനാണ് അവരുടെ പദ്ധതി. ടെററിസ്റ്റുകൾ എണീറ്റ് അവരുടെ വശത്തുള്ള എല്ലാവരുടെയും സീറ്റുകൾ ലോക്ക് ചെയ്തു. എന്നിട്ട് ജോണും ഹാനും ഒക്കെ ഇരിക്കുന്ന വശത്തിലെ വാതിലും ലോക്ക് ചെയ്തു. ഈ സമയം നേരത്തെ പറന്നുപോയ ഡ്രോൺസ് എല്ലാം ഒരുമിച്ച് ബേസിനെ ആക്രമിക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ ബേസിലുള്ളവരും തിരിച്ചാക്രമിച്ചു. അങ്ങനെ അത് വലിയൊരു യുദ്ധം പോലെയായി. ജോൺ അടുത്തിരുന്നവന്റെ കണ്ണട ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിനെ ഡോർ ലോക്കിലേക്ക് ഫോക്കസ് ചെയ്തു. അങ്ങനെ ഷോർട്ട് സർക്യൂട്ടായി ഡോർ അൺലോക്കായി. ഉടനെ ജോണും കൂട്ടരും ടെററിസ്റ്റുകളെ പിടിക്കാൻ പോയി. ഹാനിനെ മാത്രം അവൻ പുറത്തിറങ്ങാൻ അനുവദിച്ചില്ല. അതിനു മുന്നേ അവൻ ഡോറിനെ പുറത്തുനിന്നും ലോക്ക് ചെയ്തു. ഇപ്പൊ പിടിക്കാമെന്നും പറഞ്ഞ് ഓടിപ്പോയവരെ എല്ലാം ടെററിസ്റ്റുകൾ അടിച്ചെച്ചിലാക്കി. അവസാനം ജോൺ മാത്രം ബാക്കിയുണ്ട്. അവൻ രണ്ടും കൽപ്പിച്ച് ടെററിസ്റ്റുകളെ ആക്രമിച്ചു. ഈ സമയം ബേസിലുള്ള പൈലറ്റുകളെല്ലാം ജെറ്റുകളിൽ കയറി ഡ്രോൺസിനെ തിരിച്ചാക്രമിക്കാൻ തുടങ്ങിയിരുന്നു. ഹെൻറിയും ഒരു ജെറ്റും എടുത്ത് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ജോണിനെ അടിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ മൊട്ടത്തലയൻ ടെററിസ്റ്റ് അവന്റെ കൂടെയുള്ള പെണ്ണിനെ തന്നെ ഇടിച്ചു വീഴ്ത്തി. അങ്ങനെ അവൾ ഔട്ടായി. മറ്റൊരു ടെററിസ്റ്റ് ആണെങ്കിൽ ജോണിനെ ചവിട്ടാൻ ഓടി വന്നതും അവൻ മാറിക്കളഞ്ഞു. അങ്ങനെ ആ ടെററിസ്റ്റ് ചെന്ന് താഴെ വീണ് അവനും ഔട്ടായി. എയർഫോഴ്സ് ആണെങ്കിൽ ഡ്രോൺസുമായിട്ട് പൊരുതുകയാണ്. എത്രയും വേഗം ഡ്രോൺസിന്റെ കൺട്രോൾ വീണ്ടെടുക്കാൻ കമാൻഡ് സെന്ററിലുള്ളവരും ശ്രമിക്കുന്നുണ്ട്. അതിനിടയിൽ ഗ്രൗണ്ടിലുള്ള ടെററിസ്റ്റുകൾ എവിടെ നിന്നോ എലിവേറ്റേഴ്സിലേക്ക് തുരിതുരാന്ന് മിസൈലുകൾ അയച്ചു. അതൊക്കെ എലിവേറ്റേഴ്സിൽ വന്നിടിക്കുന്നതിന് മുന്നേ പൈലറ്റുകൾ കുറെ മിസൈലുകളെ വെടിവെച്ച് പൊട്ടിച്ചു കളഞ്ഞു. പക്ഷെ അധികം വൈകാതെ തന്നെ എലിവേറ്റേഴ്സ് എല്ലാം ഭൂമിയുടെ അന്തരീക്ഷം കടന്ന് സ്പേസിലെത്തി. ജെറ്റുകൾക്ക് അന്തരീക്ഷത്തിന് മുകളിൽ പോകാൻ കഴിയില്ല. അതുകൊണ്ട് അവര് തിരിച്ചുപോയി. അങ്ങനെ ബാക്കി മിസൈലുകളെല്ലാം പല പല എലിവേറ്റേഴ്സുകളിലായിട്ട് ചെന്ന് ഒട്ടിയിരുന്നു. ശരിക്കും ജോണിന്റെ എലിവേറ്ററിനെ മാത്രമല്ല, വേറെയും നിരവധി എലിവേറ്റേഴ്സിലും ടെററിസ്റ്റുകൾ കയറിപ്പറ്റി ഹൈജാക്ക് ചെയ്തിട്ടുണ്ട്. മിസൈലുകൾ വന്ന് എലിവേറ്റേഴ്സിൽ ഒട്ടിയിരിക്കും. അത് പൊട്ടിക്കാനുള്ള റിമോട്ടുകളും എല്ലാ എലിവേറ്റേഴ്സിലുമുള്ള ടെററിസ്റ്റുകളുടെ പക്കലുണ്ട്. എലിവേറ്റേഴ്സ് സ്പേസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ ഈ റിമോട്ടുകൾ ഉപയോഗിച്ച് മിസൈലുകളെ പൊട്ടിക്കും. അങ്ങനെ സ്പേസ് സ്റ്റേഷനെ തകർക്കാനാണ് അവരുടെ ശരിക്കുമുള്ള പദ്ധതി. ചില എലിവേറ്റേഴ്സിലെ ടെററിസ്റ്റുകൾ വേറെ നിവൃത്തിയില്ലാതെ മുകളിൽ എത്തുന്നതിന് മുൻപ് തന്നെ റിമോട്ട് അമർത്തി. ആ എലിവേറ്റേഴ്സ് ഒക്കെ പൊട്ടിച്ചിതറി. അത് കണ്ട മറ്റ് എലിവേറ്റേഴ്സിൽ ഇരുന്നവരെല്ലാം പേടിച്ച് വിറച്ചു. ജോൺ ആണെങ്കിൽ അവസാനത്തെ മൊട്ടത്തലയും ടെററിസ്റ്റുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതിനിടയിലാണ് അവന്റെ എലിവേറ്റർ സ്പേസിലെത്തിയത്. ഉടനെ ഗ്രാവിറ്റി ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും പറന്നുയരാൻ തുടങ്ങി. അപ്പോൾ മൊട്ടത്തലയൻ റിമോട്ട് കയ്യിലെടുത്തു. ജോൺ പെട്ടെന്നൊരു ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്ത് അവനെ അടിച്ചു. കണ്ണാടി തകർത്ത് പുറത്തു വരാൻ ഹാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും കണ്ണാടി പൊട്ടുന്നില്ല.
ഈ സമയം കമാൻഡ് സെന്ററിലുള്ളവർ 550C എന്നൊരു പുതിയ സിസ്റ്റം ഉപയോഗിച്ച് ഡ്രോൺസിന്റെയും എലിവേറ്റേഴ്സിന്റെയും ഒക്കെ നിയന്ത്രണം തിരിച്ചെടുത്തു. അങ്ങനെ താഴെ നടന്നുകൊണ്ടിരുന്ന യുദ്ധം അവസാനിച്ചു. എന്നിട്ട് എല്ലാ എലിവേറ്റേഴ്സിനെയും അവർ തിരികെ താഴോട്ട് കൊണ്ടുവന്നു. പക്ഷേ നിയന്ത്രണം തിരിച്ചെടുക്കുന്നതിനും ഏതാനും ചില സെക്കൻഡുകൾക്ക് മുന്നേ ഒരേ ഒരു എലിവേറ്റർ സ്പേസ് സ്റ്റേഷന്റെ അടുത്തെത്തിയിരുന്നു. അങ്ങനെ അവർ മിസൈൽ പൊട്ടിച്ച് പദ്ധതി നടപ്പിലാക്കി. പക്ഷേ അത് കമാൻഡ് സെന്ററിലുള്ളവർ അറിഞ്ഞിരുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും മൊട്ടത്തലേനെ ഔട്ടാക്കാൻ ജോണിന് കഴിയുന്നില്ല. അപ്പോഴാണ് ആസ്ട്രോണറ്റ്സ് ഉപയോഗിക്കുന്ന ഒരുതരം മെക്കാനിക്കൽ കൈയിരിക്കുന്നത് ഹാൻ കണ്ടത്. അവൾ ഉടനെ അതെടുത്ത് കയ്യിൽ ഫിറ്റ് ചെയ്തു. എന്നിട്ട് ഓടി വന്ന് കണ്ണാടിയിൽ ഇടിച്ചപ്പോൾ കണ്ണാടിയും പൊട്ടിച്ചുകൊണ്ട് അവൾ പുറത്തു വന്നു. മൊട്ടത്തലേന്റെ കയ്യിൽ നിന്നും റിമോട്ട് പിടിച്ചു വാങ്ങി അവൻ ഹാനിന് കൊടുത്തു. പക്ഷെ അപ്പോഴാണ് എലിവേറ്റർ തിരിച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്നത്. അങ്ങനെ എല്ലാവരും വന്ന് നിലത്ത് വീണു. ആ തക്കത്തിൽ മൊട്ടത്തലയൻ വന്ന് റിമോട്ട് എടുത്ത് പ്രസ് ചെയ്യാൻ വന്നതും ഹാൻ മെക്കാനിക്കൽ കൈ ഉപയോഗിച്ച് അവനെ ഒരൊറ്റ ഇടി. അവൻ പറന്നു ചെന്ന് ചുമരിൽ സ്റ്റിക്കറായി. അങ്ങനെ അവർ രക്ഷപ്പെട്ടു. അവർ മാത്രമല്ല ബാക്കി എല്ലാ എലിവേറ്റേഴ്സിലെ ടെററിസ്റ്റുകളെയും കീഴ്പ്പെടുത്തി. അങ്ങനെ എല്ലാം അവസാനിച്ചു എന്ന് സമാധാനിക്കുമ്പോഴാണ് സ്പേസ് സ്റ്റേഷൻ മുകളിൽ നിന്നും തകർന്ന് താഴോട്ട് വീഴാൻ തുടങ്ങിയത്. കുറച്ചു നേരത്തെ എലിവേറ്റർ പൊട്ടിത്തെറിച്ചതിന്റെ ആഘാതത്തിലാണ് സ്പേസ് സ്റ്റേഷൻ ഇങ്ങനെ തകർന്നു വീഴുന്നത്. അപ്പോൾ ടെററിസ്റ്റുകളുടെ പദ്ധതി പൂർണ്ണ വിജയം കണ്ടു. സ്പേസ് സ്റ്റേഷൻ വന്ന് ബേസിൽ പതിച്ചു. കുറെ പേര് കൊല്ലപ്പെട്ടു. ബേസ് മുഴുവൻ തീയും പുകയും കൊണ്ട് മൂടി. ഭാഗ്യത്തിന് സിനിമയിലെ മെയിൻ ക്യാരക്ടേഴ്സിൽ ആർക്കും ഒന്നും സംഭവിച്ചില്ല. ശേഷം ഹെൻറി ജോണിനെ തിരക്കി ഹോസ്പിറ്റലിൽ വന്നു. അവിടെ ജോണും കൂട്ടരും വാർത്ത കാണുകയായിരുന്നു. ജോണിനെ കണ്ടപ്പോഴാണ് അയാൾക്ക് സമാധാനമായത്. 5000-ൽ കൂടുതൽ പേർക്ക് പരിക്കുപറ്റി. UEGയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ടെററിസ്റ്റ് അറ്റാക്ക് ഇതായിരുന്നു. മൂവിംഗ് മൗണ്ടൈൻ പ്രോജക്റ്റിന് ഇത് വലിയൊരു അടിയായി പോയി എന്നൊക്കെയാണ് വാർത്തയിൽ പറയുന്നത്. ഈ ഒരു സംഭവത്തോടെ ജനങ്ങളെല്ലാം മൂവിംഗ് പ്രോജക്റ്റിനെതിരായി. ഈ പ്രോജക്റ്റിലൂടെ ഭൂമിയെ പ്രോക്സിമ സെന്റോറിയിൽ എത്തിക്കാൻ ഇനിയും പല നൂറ്റാണ്ടുകളെടുക്കും. അപ്പോഴേക്കും എന്തായാലും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരൊക്കെ മരിച്ചിട്ടുണ്ടാകും. പക്ഷേ ഭാവിയെ കരുതി നമ്മൾ എന്തിന് നമ്മുടെ ജീവിതം നശിപ്പിക്കണമെന്നാണ് ജനങ്ങളെല്ലാം ചോദിക്കുന്നത്. അതുമാത്രമല്ല ഡിജിറ്റൽ ലൈഫ് പ്രോജക്റ്റിനെ തിരികെ കൊണ്ടുവരാനും ജനങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഈ പ്രോജക്റ്റിനെ കുറിച്ചാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചത്. എന്തായാലും ഈ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ US ഒഫീഷ്യൽ ജെയിംസിനോട് പറഞ്ഞു. ഇനി മൂവിംഗ് മൗണ്ടൈൻ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്നാണ് ലോകരാജ്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെന്ന വിവരം അയാൾ ജെയിംസിനെ അറിയിച്ചു. അപ്പോൾ പണ്ട് വോയേജർ 1 പകർത്തിയ ഭൂമിയുടെ ഒരു ചിത്രം ജെയിംസ് അവനെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഭൂമി നമ്മുടെ അമ്മയെ പോലെയാണ്. നിന്റെ അമ്മയ്ക്കൊരു പ്രശ്നം വന്നാൽ നീ അമ്മയെ ഒറ്റക്കിട്ടിട്ട് പോവോ? അതുപോലെ ഈ ഭൂമി മാതാവിനെ ഞാനും വിട്ടിട്ട് പോവില്ല. ഇനിയും ഒന്നും വൈകിയിട്ടില്ല. ഈ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ ലോകത്തിന് മുന്നിൽ തെളിയിക്കുമെന്ന് ജെയിംസ് വളരെ സ്ട്രോങ് ആയിട്ട് അവനോട് പറഞ്ഞു. അടുത്ത് മൂൺ ബേസിലെ രംഗമാണ് കാണിക്കുന്നത്. ക്യാമ്പാനസ് എന്നാണ് ഈ ബേസിന്റെ പേര്. ഈ സിനിമയിലെ മറ്റൊരു പ്രധാന കഥാപാത്രമായ ഡാനിയൽ ഈ ബേസിലാണ് ജീവിക്കുന്നത്. ക്യാമ്പാനസിലെ മെയിൻ സയന്റിസ്റ്റുകളിൽ ഒരാളാണ് ഡാനിയൽ. അവനൊരു നായയെ പോലത്തെ റോബോട്ടൊക്കെയുണ്ട്. ഉറക്കമെണീറ്റ ഉടനെ നേരെ അവൻ 550A എന്നൊരു ക്വാണ്ടം കമ്പ്യൂട്ടറിന്റെ പക്കൽ പോയി അവന്റെ മകളുമായിട്ട് വീഡിയോ കോളിലൂടെ സംസാരിച്ചു. അങ്ങനെ അവൻ സംസാരിക്കുന്ന സമയത്തിൽ അവിടെ ജെയിംസ് അയച്ച പുതിയ സപ്ലൈ ഷിപ്പുകൾ വന്നു. സപ്ലൈക്കൊപ്പം ചില മികച്ച സയന്റിസ്റ്റുകളുമുണ്ട്. അതിലൊരാളാണ് വില്യം. വില്യം ശരിക്കും ഡാനിയലിന്റെ സഹോദരനാണ്. ശേഷം ബേസിൽ ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി. ഇനിയും 7 മാസങ്ങളുടെ സമയമേ നമുക്കുള്ളൂ. കാരണം 7 മാസങ്ങൾക്കുള്ളിൽ അടുത്ത സോളാർ വിൻഡ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോളാർ വിൻഡ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, സൂര്യനിൽ നിന്ന് കാറ്റുപോലെ ഒരുപാട് ചാർജ്ഡ് പാർട്ടിക്കിൾസ് വരുന്നതാണ്. എന്തായാലും അങ്ങനെ സോളാർ വിൻഡ് ഉണ്ടായാൽ അത് കാരണം നമ്മുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ നശിച്ചു പോകും. പിന്നെ 1 വർഷത്തേക്ക് നമ്മുടെ ജോലികൾ മുഴുവൻ തടസ്സപ്പെടും. അതുകൊണ്ട് അതിനു മുന്നേ മൂണിലുള്ള എഞ്ചിനുകളൊക്കെ എങ്ങനെയെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ. അത് പ്രവർത്തിക്കുന്നത് കണ്ടാൽ തീർച്ചയായും പിന്നെ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും. അങ്ങനെ നമുക്ക് മൂവിംഗ് മൗണ്ടൈൻ പ്രോജക്റ്റ് നടപ്പിലാക്കാനും കഴിയും. ജോലികൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ ഈ സപ്ലൈയിൽ നമുക്ക് പുതിയ ഉപകരണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ബേസിലെ കമാൻഡർ എല്ലാവർക്കും കാര്യങ്ങൾ വിവരിച്ചു കൊടുത്തു. എന്നിട്ട് പുതിയ ഉപകരണങ്ങളെ കുറിച്ച് വിവരിക്കാൻ അയാൾ വില്യമിനെ ക്ഷണിച്ചു. വില്യം വന്ന് 550C എന്ന പുതിയൊരു കമ്പ്യൂട്ടറിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി. ഈ കമ്പ്യൂട്ടറിനെ നമ്മുടെ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്താൽ പിന്നെ അത് തന്നെ എഞ്ചിന്റെ കൺസ്ട്രക്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊള്ളും. അതും മുൻപത്തെ കമ്പ്യൂട്ടറിനേക്കാൾ പല മടങ്ങ് വേഗത്തിലായിരിക്കും അത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നിലവിൽ ആകെ ഇതുപോലത്തെ 3 കമ്പ്യൂട്ടേഴ്സ് മാത്രമേ ഉള്ളൂ. ഞാനും ഡാനിയലും ആയിരിക്കും ഈ കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് വില്യം എല്ലാവരോടും കൂടെ പറഞ്ഞു. ശേഷം അടുത്ത കുറെ ദിവസങ്ങൾ എല്ലാവരും എത്രയും വേഗം എഞ്ചിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനുള്ള തിടുക്കത്തിലായിരുന്നു. ഒരു ദിവസം വീഡിയോ കോളിലൂടെ ഡാനിയൽ അവന്റെ മകളോട് സംസാരിക്കുന്നത് അവൻ വില്യമിന് കാണിച്ചു കൊടുത്തു. അയാൾ അത്ഭുതത്തോടെ കമ്പ്യൂട്ടറിനെ നോക്കി. വില്യമിനെ കണ്ടതും അങ്കിൾ, പപ്പയുടെ കൂടെ നിങ്ങളുമുണ്ടോ എന്ന് മകൾ ചോദിച്ചു. പക്ഷേ അയാൾ ആശ്ചര്യത്തോടെ ഒന്നും മിണ്ടാതെ നോക്കി നിന്നു. എനിക്ക് കുറെ ജോലികളുണ്ട്, നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞ് ഡാനിയൽ കോൾ കട്ട് ചെയ്തു. ശേഷം ഡാനിയലും വില്യവും തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്നുമാണ് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. ശരിക്കും അവൻ മകളുമായിട്ട് വീഡിയോ കോൾ ചെയ്യുന്നതല്ല. അവന്റെ മകളും ഭാര്യയും പണ്ടൊരു കാർ ആക്സിഡന്റിൽ മരിച്ചുപോയി. ഡാനിയൽ
ഡാനിയലിന്റെ 550A കമ്പ്യൂട്ടറിൽ കാണുന്നത് യഥാർത്ഥത്തിൽ മകളുടെ ഒരു ഡിജിറ്റൽ രൂപമാണ്. ഡിജിറ്റൽ ലൈഫ് പ്രോജക്റ്റിനെ അനുകൂലിക്കുന്നവരിൽ ഒരാളാണ് ഡാനിയൽ. അനുകൂലിക്കുക മാത്രമല്ല, പണ്ടിവൻ ഡിജിറ്റൽ ലൈഫ് പ്രോജക്റ്റിലെ ഒരു പ്രധാന റിസർച്ചറുമായിരുന്നു. ഇനി മകളുമായിട്ട് സംസാരിക്കാൻ ഇതല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല. അതുകൊണ്ടാണ് ഡാനിയൽ ഇങ്ങനെ ചെയ്യുന്നത്. ഡിജിറ്റൽ ലൈഫ് യഥാർത്ഥ ലോകത്തിനേക്കാൾ ഒരുപാട് നല്ലതായിരിക്കും. അതുകൊണ്ട് അത് വികസിപ്പിച്ചാൽ പിന്നെ സാധാരണ ജനങ്ങൾ ഒന്നും യഥാർത്ഥ ലോകത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കില്ല. അത് കാരണം മനുഷ്യരാശി ഒരുപക്ഷെ നശിച്ചു പോകാൻ തന്നെ സാധ്യതയുണ്ട്. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി പണ്ടേ തന്നെ ഡിജിറ്റൽ ലൈഫ് പ്രോജക്റ്റിനെ UEG ബാൻ ചെയ്തു. ഇപ്പോൾ ഡാനിയൽ ചെയ്യുന്നത് ശരിക്കും ഇല്ലീഗലാണ്. പക്ഷെ അവനോടുള്ള സഹതാപം കൊണ്ടാണ് വില്യം ഇത് ചെയ്യാൻ അവനെ അനുവദിക്കുന്നത്. ഡാനിയലിന്റെ 550A കമ്പ്യൂട്ടറിൽ കാണുന്ന മകളുടെ ഡിജിറ്റൽ രൂപം ശരിക്കും പൂർണ്ണമല്ല. വെറും 2 മിനിറ്റുകൾ നേരത്തേക്ക് മാത്രമേ മകൾ ജീവിക്കുകയുള്ളൂ. അതായത് വെറും 2 മിനിറ്റുകളെ ആ ഡിജിറ്റൽ സിമുലേഷൻ വർക്ക് ആവുകയുള്ളൂ. അത് കഴിയുമ്പോൾ സിമുലേഷൻ റീസെറ്റ് ആകും. അതിന് കാരണം 550A കമ്പ്യൂട്ടറാണ്. സിമുലേഷൻ 2 മിനിറ്റുകൾ നേരത്തേക്ക് റൺ ചെയ്യാനുള്ള കഴിവേ ആ കമ്പ്യൂട്ടറിനുള്ളൂ. എന്നാൽ വില്യം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന 550Cക്ക് സിമുലേഷനിലൂടെ മകളുടെ മുഴുവൻ ജീവിതവും റൺ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് അതെനിക്ക് തരുമോ എന്ന് ഡാനിയൽ വില്യമിനോട് ചോദിച്ചു. എന്നാൽ ഇത് എൻജിൻ റൺ ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ഇവിടെ കൊണ്ടുവന്നത്. വേറെ ഒരു കാര്യത്തിനും ഇത് ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇനി നീ ഇത് എന്നോട് ചോദിക്കരുതെന്ന് വില്യം പറഞ്ഞു. വില്യം ഡിജിറ്റൽ ലൈഫിനോട് ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത ഒരാളാണ്. കാരണം ഡിജിറ്റൽ ലൈഫ് വെറും ഫേക്ക് ആണെന്നും അത് യഥാർത്ഥ ലൈഫ് അല്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഏതാനും ചില മാസങ്ങൾക്ക് ശേഷമുള്ള രംഗമാണ് അടുത്തു കാണിക്കുന്നത്. ലൂണാർ എഞ്ചിന്റെ പണികളൊക്കെ ഇപ്പോൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഇനിയും 3-4 മാസങ്ങൾക്ക് ശേഷം വരുമെന്ന് കരുതിയ സോളാർ വിൻഡ് ഒരു ദിവസം തികച്ചും അപ്രതീക്ഷിതമായിട്ട് വന്നു. സോളാർ വിൻഡ് പതിച്ചാൽ എല്ലാ ഉപകരണങ്ങളും കേടാകും. അതോടൊപ്പം 550Cയും നശിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ അതിനെ സുരക്ഷിതമായിട്ട് വെക്കണം. അതിന് പറ്റിയ ഒരു അണ്ടർഗ്രൗണ്ട് ബങ്കർ ഉണ്ടെന്ന് വില്യം പറഞ്ഞു. അങ്ങനെ ഡാനിയലും വില്യവും മറ്റു ചിലരും കൂടെ വാഹനത്തിൽ കയറി അങ്ങോട്ട് പോയി. പോകുന്ന വഴിയിൽ അകലെയുള്ള വാഹനങ്ങളും മറ്റുപകരണങ്ങളുമൊക്കെ സോളാർ വിൻഡ് കാരണം നശിക്കുന്നത് നമുക്ക് കാണാം. അവർ വളരെ വേഗം വണ്ടി ഓടിച്ചു. പക്ഷെ ബങ്കറിലെത്തുന്നതിന് മുൻപ് തന്നെ സോളാർ വിൻഡ് അവരുടെ പക്കലെത്തി. അങ്ങനെ 550C നശിച്ചുപോയി. ബാക്കിയെല്ലാം ശരിയാക്കാം. പക്ഷേ 550C ഇല്ലാതെ നമുക്ക് എഞ്ചിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് തുടങ്ങാൻ കഴിയില്ല. അങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ എല്ലാവരും വിഷമിച്ചിരുന്നപ്പോഴാണ് ഞാൻ വേണമെങ്കിൽ എന്റെ 550A കമ്പ്യൂട്ടർ തരാമെന്ന് ഡാനിയൽ പറയുന്നത്. കമ്പ്യൂട്ടർ കൊടുക്കുന്നതിന് മുന്നേ അവനൊരു കണ്ടീഷനും മുന്നോട്ട് വെച്ചു. ഇതിന് പകരം ഇനിയുള്ള 550 സീരീസ് കമ്പ്യൂട്ടറുകളുടെ ഡെവലപ്മെന്റിൽ എന്നെയും കൂടെ ഒരു സയന്റിസ്റ്റ് ആക്കണമെന്നായിരുന്നു അവന്റെ ആവശ്യം. വില്യം അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അവർ 550A വെച്ച് ചന്ദ്രന്റെ 1ാമത്തെ എഞ്ചിൻ പ്രവർത്തിപ്പിച്ചു. അത് പ്രതീക്ഷിച്ചതുപോലെ വലിയൊരു വിജയമായിരുന്നു. ചന്ദ്രൻ വളരെ ചെറുതായിട്ട് ഭൂമിയിൽ നിന്നും അകലാൻ തുടങ്ങി. അതിനെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം ലോകമെമ്പാടുമുള്ള ന്യൂസ് ചാനലുകളിലും പ്രചരിച്ചു. ഇനിയും 20 വർഷങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് ചന്ദ്രനെ ഭൂമിയിൽ നിന്നും അകറ്റാം. ഇനി ഉടൻ തന്നെ ഭൂമിയിലെ എർത്ത് എഞ്ചിനുകളുടെ പരീക്ഷണങ്ങളും തുടങ്ങും എന്നൊക്കെയാണ് ന്യൂസിൽ പറയുന്നത്. ന്യൂസിൽ പറഞ്ഞതുപോലെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായി എർത്ത് എഞ്ചിൻസ് പ്രവർത്തിപ്പിച്ച് പരീക്ഷണം നടത്തി. ലോകം മുഴുവൻ വലിയ ആകാംക്ഷയോടെ അത് കാണാൻ കാത്തിരിക്കുകയായിരുന്നു. എഞ്ചിൻ സ്റ്റാർട്ട് ആക്കിയതും പ്രവർത്തിക്കുന്നതിന് പകരം അതിൽ നിന്നും ഒരു ഷോക്ക് വേവ് പുറത്തു വരികയാണ് ചെയ്തത്. അത് കണ്ടപ്പോൾ എഞ്ചിൻ പൊട്ടിത്തെറിച്ചുവെന്നും പരീക്ഷണം പരാജയപ്പെട്ടു പോയെന്നുമാണ് എല്ലാവരും കരുതിയത്. ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരുന്ന് പരീക്ഷണം ലൈവായിട്ട് കണ്ടുകൊണ്ടിരുന്ന ജെയിംസ് ആണെങ്കിൽ ആകെ തളർന്നുപോയി. മറ്റ് പല ലോകരാജ്യങ്ങളുടെ പ്രതിനിധികളും ജെയിംസിനെ കുറ്റം പറഞ്ഞു. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് എഞ്ചിൻ പ്രവർത്തിക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ എല്ലാ പ്രതിനിധികളും കൈയടിച്ച് ജെയിംസിനെ പ്രശംസിച്ചു. അവർ മാത്രമല്ല, ലോകം മുഴുവൻ ഇത് കണ്ട് സന്തോഷിച്ചു. ശേഷം അടുത്ത കുറെ വർഷങ്ങൾ വളരെ വേഗം കടന്നുപോയി. 2046 ആയപ്പോഴേക്കും ലോകം മുഴുവൻ വളരെ വേഗം എർത്ത് എഞ്ചിൻസ് നിർമ്മിക്കാൻ തുടങ്ങി. എല്ലാവരും 550C ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എർത്ത് എഞ്ചിൻസിന്റെ കൺസ്ട്രക്ഷൻസ് ഒക്കെ പഴയതിനേക്കാൾ 75% കൂടുതൽ വേഗത്തിൽ തീർക്കാൻ കഴിയുന്നുണ്ട്. 2047 ആയപ്പോൾ ജനങ്ങളെല്ലാം ഏകദേശം പൂർണ്ണമായും മൂവിംഗ് മൗണ്ടെയിൻ പ്രോജക്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അധികം ആരും തന്നെ ഇപ്പോൾ ഡിജിറ്റൽ ലൈഫ് പ്രോജക്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. 2048 പണ്ട് ടെററിസ്റ്റുകൾ നശിപ്പിച്ച ആർക്ക് സ്പേസ് സ്റ്റേഷന്റെ നിർമ്മാണം വീണ്ടും UEG ആരംഭിച്ചു. ചന്ദ്രനിലെ 2ാമത്തെ എഞ്ചിനും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓരോ വർഷവും ചന്ദ്രൻ ഭൂമിയിൽ നിന്നും 10,000 കിലോമീറ്റർ ദൂരമെന്ന നിരക്കിൽ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും പല വർഷങ്ങൾ കടന്നുപോയി. 10 വർഷങ്ങൾക്ക് ശേഷം, അതായത് 2058 രംഗമാണ് അടുത്തു കാണിക്കുന്നത്. കഴിഞ്ഞ 14 വർഷങ്ങൾക്കിടയിൽ കൺസ്ട്രക്ഷൻസ് എല്ലാം വലിയൊരു ശതമാനവും ഓട്ടോമേറ്റഡായി മാറി. അതുകൊണ്ട് മനുഷ്യരുടെ ജോലി ഭാരവും ഒരുപാട് കുറഞ്ഞു. ഇക്വേറ്റർ ഭാഗങ്ങളിൽ സ്ഥാപിക്കേണ്ട എർത്ത് എഞ്ചിനുകൾ ഏകദേശം പൂർണ്ണമായും സ്ഥാപിച്ചു കഴിഞ്ഞു. ആദ്യം ഇക്വേറ്ററിലെ എർത്ത് എഞ്ചിൻസ് ഉപയോഗിച്ച് ഭൂമിയുടെ കറക്കം നിർത്താനാണ് UEGയുടെ പ്ലാൻ.
പക്ഷെ അത് പെട്ടെന്ന് നിർത്തില്ല. പതിയെ പതിയെ വേഗത കുറച്ചുകൊണ്ടുവന്ന ശേഷം ആണ് കറക്കം നിർത്തുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ദിവസം എന്നത് 60 മണിക്കൂറുകളായി മാറിയിട്ടുണ്ട്. അത് കാരണം പല പ്രശ്നങ്ങളും ലോകത്തിൽ സംഭവിക്കുന്നുമുണ്ട്. പലയിടങ്ങളിലും മഞ്ഞു പൊഴിയാൻ തുടങ്ങി. പകൽ സമയത്തിന്റെ ദൈർഘ്യം കൂടിയപ്പോൾ ലോകം മുഴുവൻ ക്യാൻസർ പോലെയുള്ള മാറാ രോഗങ്ങൾ കൂടുതൽ പിടിപെടാൻ തുടങ്ങി. അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ചന്ദ്രനിലെ 3ാമത്തെ എഞ്ചിനും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ ചന്ദ്രൻ ഭൂമിയെ വിട്ടുപോകും. അതിനുശേഷം എല്ലാ എർത്ത് എഞ്ചിൻസും ഉപയോഗിച്ച് ഭൂമിയെയും സോളാർ സിസ്റ്റത്തിൽ നിന്ന് കൊണ്ടുപോകും. ഇതാണ് UEGയുടെ പ്ലാൻ. എല്ലാ എർത്ത് എഞ്ചിൻസിന്റെയും അടിയിൽ വളരെ വലിയ അണ്ടർഗ്രൗണ്ട് സിറ്റികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഭൂമിയെ സോളാർ സിസ്റ്റത്തിന്റെ പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഭൂമിയുടെ ഉപരിതലം മുഴുവൻ തണുത്തുറയും. പിന്നെ ഉപരിതലത്തിൽ ആർക്കും ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ അണ്ടർഗ്രൗണ്ട് സിറ്റികൾ സ്ഥാപിച്ചിരിക്കുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്നാൽ ലോകത്തിലെ എല്ലാവർക്കും അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഏതാണ്ട് പകുതിയോളം ജനങ്ങൾക്ക് മാത്രമേ പോകാനുള്ള അനുമതിയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഉപരിതലത്തിൽ കിടന്ന് കഷ്ടപ്പെട്ട് മരിക്കേണ്ടി വരും. മൂവിംഗ് മൗണ്ടൻ എന്ന പേര് മാറ്റി ഇപ്പോൾ ഈ പ്രോജക്റ്റിന്റെ പേര് വാണ്ടറിംഗ് എർത്ത് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. 550Cക്ക് പകരം ഇപ്പോൾ 550W എന്നൊരു പുതിയ കമ്പ്യൂട്ടറിനെ UEG ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് 550Cയേക്കാൾ ഒരുപാട് പവർഫുൾ ആയിരിക്കും. ഡാനിയലും അത് ഡെവലപ്പ് ചെയ്യുന്ന ടീമിലെ ഒരു പ്രധാന അംഗമാണ്. അതിന്റെ ഡെവലപ്മെന്റ് ഏകദേശം തീരാറായിട്ടുമുണ്ട്. ജോൺ ഇപ്പോൾ മേജറായി. അവനൊരു മകനുണ്ട്. മകന്റെ കൂടെ സന്തോഷത്തോടെ ഇരിക്കുന്നതിനിടയിൽ ഹാനിന്റെ വിഗ് ഇളകിപ്പോയി. അത് കണ്ടപ്പോൾ മകൻ കരയാനും തുടങ്ങി. സംഭവം അവൾക്കിപ്പോൾ ക്യാൻസർ പിടിപെട്ടിരിക്കുകയാണ്. ഒന്നുമില്ലടാ, നീ പേടിക്കാതെ എന്നൊക്കെ പറഞ്ഞ് ജോൺ ചെറുക്കനെ സമാധാനപ്പെടുത്തി. ഈ സമയം ഡാനിയലും വില്യവും ലാബിലായിരുന്നു. അണ്ടർഗ്രൗണ്ട് സിറ്റിയിലേക്ക് പോകാൻ ഡാനിയലിന് അവസരം കിട്ടിയിട്ടും അങ്ങോട്ട് പോകാതെ തന്റെ മകളെ ഡിജിറ്റലാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് അവൻ. അതുകൊണ്ട് വില്യം അവനെ ഉപദേശിക്കുകയാണ്. നിനക്ക് കിട്ടിയ അവസരത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നിട്ടും നീ ഇങ്ങനെ നടക്കാത്ത കാര്യത്തിനു വേണ്ടി വെറുതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിന്റെ മകളെ 550Wയുമായിട്ട് കണക്ട് ചെയ്യാൻ എന്തായാലും അനുമതി ലഭിക്കില്ല. അനുമതി ഇല്ലാതെ ചെയ്താൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പിന്നെ നീ ജീവിതകാലം മുഴുവൻ ജയിലിനുള്ളിലായിരിക്കും. അത് മാത്രമല്ല, നിന്റെ മകൾ പണ്ടേ തന്നെ മരിച്ചു കഴിഞ്ഞു. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് നീ ഞാൻ പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് അണ്ടർഗ്രൗണ്ട് സിറ്റിയിലേക്ക് പോകാനാണ് വില്യം പറയുന്നത്. എന്നാൽ ഡാനിയൽ അതൊന്നും വകവെച്ചില്ല. എന്റെ മകളെ ഞാൻ കണ്ടിട്ട് 14 വർഷങ്ങളായി. എനിക്ക് എന്റെ മകളെ ഡിജിറ്റലാക്കി മാറ്റിയേ പറ്റൂ. അല്ലെങ്കിൽ തന്നെ ഞാൻ ഓൾറെഡി വയസ്സായി. ഇനി ഏറിപ്പോയാൽ ഞാൻ ഒരു 10 കൊല്ലം ജീവിക്കുമായിരിക്കും. അതിനുവേണ്ടി ഞാൻ ഇതിനെ വെറുതെ അണ്ടർഗ്രൗണ്ട് സിറ്റിയിലേക്ക് പോകുന്നത് എന്നാണ് ഡാനിയൽ ചോദിക്കുന്നത്. ശേഷം അടുത്ത ദിവസം ജോൺ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയായിരുന്നു. ഇത് സ്പേസ് സ്റ്റേഷനിലേക്ക് പോകാനുള്ള ആസ്ട്രോണറ്റ്സിനെ തിരഞ്ഞെടുക്കാനുള്ള ഇന്റർവ്യൂ ആണ്. 550W എന്ന പുതിയ കമ്പ്യൂട്ടറാണ് ഇന്റർവ്യൂ നടത്തുന്നത്. പുറത്ത് കുറച്ച് സയന്റിസ്റ്റുകളും അധികാരികളും ഇന്റർവ്യൂ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഡാനിയലും ഉണ്ടായിരുന്നു. ലോകത്തിലുള്ള എന്ത് ഡാറ്റ വേണമെങ്കിലും ഈ കമ്പ്യൂട്ടറിന് സെക്കൻഡുകൾക്കുള്ളിൽ ആക്സസ് ചെയ്യാൻ കഴിയും. ഇതിനെ സിനിമയിൽ മുഴുവൻ കമ്പ്യൂട്ടർ എന്നാണ് പറയുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഇതൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. സ്വയം ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനുമൊക്കെ കഴിവുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു AI. അത് കേൾക്കുമ്പോൾ തന്നെ ഇത് മിക്കവാറും ഭാവിയിൽ പ്രശ്നമാകുമെന്ന് നമുക്ക് തോന്നും. കാരണം അത് അങ്ങനെ വരൂ. എന്തായാലും കമ്പ്യൂട്ടർ അവനോട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ച ശേഷം 5 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ മറുപടി പറയണം. അങ്ങനെ ചോദിക്കുന്നതിനിടയിൽ ജോണിന്റെ കുടുംബത്തിനെ കുറിച്ചും അവന്റെ ഭാര്യയുടെ അസുഖത്തിനെ കുറിച്ചുമൊക്കെ കമ്പ്യൂട്ടർ പറഞ്ഞു. എന്നിട്ട് ഇത്തരം ഒരു സിറ്റുവേഷനിൽ നീ അങ്ങ് സ്പേസ് സ്റ്റേഷനിലേക്ക് പോകാതെ ഇവിടെ തന്നെ നിൽക്കുന്നതായിരിക്കും നല്ലതെന്നും പറഞ്ഞു. അപ്പോൾ എനിക്ക് അണ്ടർഗ്രൗണ്ടിലേക്ക് പോകാനുള്ള അവസരം കിട്ടി. പക്ഷെ എന്റെ മകനും ഭാര്യയ്ക്കും അത് കിട്ടിയില്ല. എന്നാൽ ഞാൻ സ്പേസ് സ്റ്റേഷനിലേക്ക് പോയാൽ അതിന്റെ മുൻഗണന വെച്ച് എന്റെ മകന് അണ്ടർഗ്രൗണ്ടിൽ പോകാനുള്ള അവസരം ലഭിക്കും. അതിനോടൊപ്പം അവനൊരു മൈനർ ആയതിനാൽ അവനെ നോക്കാൻ എന്ന പേരിൽ ഭാര്യയ്ക്കും പോകാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ സ്പേസ് സ്റ്റേഷനിൽ പോകാൻ തീരുമാനിച്ചതെന്ന് ജോൺ പറഞ്ഞു. അപ്പോൾ നിന്റെ ഫാദർ ഇൻ ലോയ്ക്കും അണ്ടർഗ്രൗണ്ടിൽ പോകാനുള്ള അവസരം കിട്ടിയില്ല. നിന്റെ ഭാര്യയാണെങ്കിൽ ഇനിയും വെറും 3 മാസങ്ങൾക്കുള്ളിൽ തന്നെ മരണപ്പെടുകയും ചെയ്യും. അതിനുശേഷം പിന്നെ മകനെ നോക്കാൻ ആരുമുണ്ടായിരിക്കില്ല. എന്നാൽ പിന്നെ ഫാദർ ഇൻ ലോയെ മകന്റെ കൂടെ അയച്ചാൽ അയാളും മകനും സേഫ് ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് കമ്പ്യൂട്ടർ പറഞ്ഞു. ഭാര്യ മരിക്കുമെന്ന് കേട്ടയുടനെ ജോണിന് ദേഷ്യമടക്കാൻ സാധിച്ചില്ല. ഇങ്ങനത്തെ കോപ്പിലെ ചോദ്യങ്ങളാണോടാ ചോദിക്കുന്നതെന്നും പറഞ്ഞ് അവൻ പുറത്തു നിന്നവരെ നോക്കി ദേഷ്യപ്പെട്ടു. അപ്പോൾ സ്ട്രെസ് റെസ്പോൺസ് ടെസ്റ്റിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന് കമ്പ്യൂട്ടർ അറിയിച്ചു. പെട്ടെന്ന് തന്നെ അവൻ സമാധാനപ്പെട്ടു. അന്ന് വൈകുന്നേരം ജോൺ ആശുപത്രിയിൽ ഹാനുമായിട്ട് സംസാരിക്കുകയായിരുന്നു. ഇന്ന് ഇന്റർവ്യൂവിൽ വെച്ച് ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തുവെന്ന് ജോൺ പറഞ്ഞു. നീ വിഷമിക്കണ്ട. ഇന്റർവ്യൂവിൽ നീ കൂടുതൽ ഫോക്കസ് ചെയ്യണം. അത് നമ്മുടെ മകന് വേണ്ടിയിട്ടാണെന്ന് നീ ഓർത്താൽ മതി. അടുത്ത തവണ നീ ഇന്റർവ്യൂവിൽ പാസ്സാകും എന്നൊക്കെ പറഞ്ഞ് അവൾ അവനെ സമാധാനപ്പെടുത്തി.
ശേഷം രാത്രിയിൽ എനിക്ക് എന്റെ പഴയ നാടും വീടുമൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. എന്നെ ഒന്ന് ഷങ്ഹായിലേക്ക് കൊണ്ടുപോകുമോ എന്ന് ഹാൻ ചോദിച്ചു. അങ്ങനെ അവളെയും കൊണ്ട് ഒരു ജെറ്റിൽ കയറി അവർ രണ്ടുപേരും കൂടെ ഷങ്ഹായിലേക്ക് പോയി. യാത്രക്കിടയിൽ പണ്ട് ബേസിലുള്ളവരോടൊക്കെ ജെറ്റിലെ റേഡിയോ വഴി അവൾ സംസാരിച്ചു. അവരുടെ ശബ്ദമൊക്കെ കേട്ടപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമായി. അവസാനം കുറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം അവർ ഷങ്ഹായിൽ അവരുടെ പഴയ ഫ്ളാറ്റിലെത്തി. അവിടെ അവർ കുറെ നേരം ഇരുന്ന് സംസാരിച്ചു. സ്പേസ് സ്റ്റേഷനിലേക്ക് പോകാൻ ഞാൻ സെലക്ട് ആകുമെന്ന് തോന്നുന്നില്ലെന്ന് ജോൺ പറഞ്ഞപ്പോൾ, നീ സെലക്ട് ആയില്ലെങ്കിൽ നിനക്ക് കിട്ടിയ ചാൻസ് നീ കളയരുത്. എന്നെ ഓർത്ത് വിഷമിക്കാതെ നീ അണ്ടർഗ്രൗണ്ട് സിറ്റിയിൽ പോയി സന്തോഷത്തോടെ ജീവിക്കണം. ഇനി ഒരു പക്ഷേ സെലക്ട് ആയാലും എനിക്ക് പകരം നീ മകന്റെ കൂടെ എന്റെ അച്ഛനെ അയക്കണം. കാരണം ഞാൻ ഇനി കുറച്ചു നാളുകളെ ജീവിക്കൂ. അപ്പോൾ പിന്നെ ഞാൻ പോയാൽ അത് വേസ്റ്റ് ആയി പോകുമെന്നും ഹാൻ പറഞ്ഞു. അങ്ങനെ അവർ വളരെ ഇമോഷണൽ ആയിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നു. ഈ സമയം ഡാനിയൽ തന്റെ മകളുടെ മെമ്മറിയെ 550W കണക്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അവൻ ലാബിലേക്ക് പോയി. മെമ്മറി അപ്ലോഡ് ചെയ്യുന്നതിനിടയിൽ അവിടെ വില്യവും സെക്യൂരിറ്റികളും എത്തി. പക്ഷേ തുറക്കാൻ കഴിയാത്ത രീതിയിൽ ഡാനിയൽ ഡോർ ലോക്ക് ചെയ്തിരുന്നു. മര്യാദയ്ക്ക് അപ്ലോഡിംഗ് ക്യാൻസൽ ചെയ്യാൻ വില്യം പറഞ്ഞു. പക്ഷെ അവനത് വകവെച്ചില്ല. എന്റെ മകൾ ഇനി ഡിജിറ്റൽ ആയിട്ട് ജീവിക്കും. ഡിജിറ്റൽ ലൈഫിന്റെ ശക്തി എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. ഇനി ഒരിക്കലും എന്റെ മകൾക്ക് മരണമുണ്ടാകില്ല എന്നൊക്കെയാണ് ഡാനിയൽ പറയുന്നത്. അവസാനം വേറെ നിവർത്തിയില്ലാതെ കണ്ണാടിയും തകർത്ത് അവർ ഡാനിയലിനെ ഷോക്ക് അടിക്കുന്ന ഗണ്ണ് വെച്ച് വെടിവെച്ചു. അങ്ങനെ അവനെ പിടികൂടി. പക്ഷെ അതിനു മുന്നേ അപ്ലോഡിംഗ് കംപ്ലീറ്റ് ആയിരുന്നു. അത് കാരണം ബാധിക്കപ്പെട്ടത് ലൂണാർ എഞ്ചിൻസ് ആണ്. ആദ്യം ഒരു എഞ്ചിൻ ഓവർലോഡ് ആകാൻ തുടങ്ങി. വേണമെങ്കിൽ അതിനെ മാനുവലി ഓവർ റൈഡ് ചെയ്ത് ശരിയാക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അതിന് ചന്ദ്രനിൽ ആരെങ്കിലും വേണം. നിർഭാഗ്യവശാൽ ചന്ദ്രനിലിപ്പോൾ മനുഷ്യരാരുമില്ല. പകരം കുറെ റോബോട്ട്സ് മാത്രമേയുള്ളൂ. അതുകൊണ്ട് മാനുവലി ഓവർ റൈഡ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഒടുവിൽ ഓവർലോഡ് കാരണം എഞ്ചിൻ ഉരുകി പൊട്ടിത്തെറിച്ചു. അധികം വൈകാതെ രണ്ടാമത്തെ എഞ്ചിനും ഓവർലോഡായി പൊട്ടിച്ചിതറി. അനന്തരഫലമായിട്ട് ചന്ദ്രന്റെ ഓർബിറ്റ് മാറാൻ തുടങ്ങി. ഇനിയും വെറും 4 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് വന്ന് ഭൂമിയുമായിട്ട് കൂട്ടിയിടിക്കും. സയന്റിസ്റ്റുകളെല്ലാം ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് പേടിച്ച് നിൽക്കുകയാണ്. അവരവിടെ അങ്ങനെ നിൽക്കട്ടെ. തൽക്കാലം നമുക്ക് ഈ വീഡിയോയും ഇവിടെ വെച്ച് നിർത്താം. കൂടുതൽ വെയിറ്റ് ചെയ്യിപ്പിച്ച് വെറുപ്പിക്കാതെ അടുത്ത ഭാഗം ഉടനെ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബ് ബട്ടണും അമർത്തി അങ്ങ് പൊട്ടിച്ചേക്ക്.